ഭാരത് ജോഡോ യാത്ര നടത്തിയത് ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹയാത്രയായിട്ടായിരുന്നു. ഇതും ജനങ്ങളിൽ സ്നേഹം പടർത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ മണിപ്പൂരിലെ യാത്രയില്ലാതെ നടത്തിയാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? മണിപ്പൂരിൽ പോകാതെ നോർത്ത് ഈസ്റ്റിൽ നിന്നൊരു യാത്ര മണിപ്പൂരിൽ പോകാതെ നടത്തിയാൽ അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ വ്യാഖ്യാനിക്കുക? അപ്പോൾ മണിപ്പൂരിൽ തന്നെ തുടങ്ങണമെന്നുള്ളത് ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. സമസ്തയുടെ മുഖപത്രമുണ്ട്. ബി.ജെ.പി എതിർക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലേ, ന്യൂനപക്ഷങ്ങൾ അവർക്ക് ബദൽ പ്രസ്ഥാനങ്ങളിൽ അഭയം പ്രാപിക്കുന്നുള്ള ഒരു കാണിച്ച യാർജവും കോൺഗ്രസ് കാണിക്കണമെന്നുള്ളതാണ് മുഖപത്രത്തിൽ പറയുന്നത്. ഓക്കെ, മാർപ്പാപ്പയുടെ സന്ദർശനം വീണ്ടും ചർച്ചയാവുകയാണ്. ഈ വർഷം അവസാനമോ അടുത്ത വർഷമോ ആദ്യമായിട്ട് വരുന്നതാണ് വീണ്ടും പ്രധാനമന്ത്രി. ഇത് നിങ്ങളോട് ഗോവയിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതുപോലുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നല്ലോ. അത് 2 വർഷം മുമ്പാണ്. അന്നും ഇതേ വാഗ്ദാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടും തീരുമാനമായിട്ട് ഇപ്പോഴും പറയുന്നത് 2025 ഇതിലേക്കാണ് പറയുന്നത്. 2 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വെറും വാഗ്ദാനം മാത്രം. അത് ആ രീതിയിൽ എടുത്താൽ മതി. മാർപ്പാപ്പ വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. എത്രയും വേഗം വരാനുള്ള നടപടികൾ ഉണ്ടാകണം തന്നെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. രണ്ടാം ഭാരത് ന്യായ യാത്രയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കൂടുതലും ബസ്സിൽ മറ്റൊരു കാൽനടയായിട്ട് മാത്രമായിരുന്നു, ഇപ്പോൾ ബസ്സിൽ സഞ്ചരിക്കാനുള്ള ദൂരം. അതെ, ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു ഡിസൈൻ ചെയ്ത ബസ്സുണ്ട്. അതിലെല്ലാ ജനങ്ങളെയും കാണത്തക്കവണ്ണമുള്ള സൗകര്യം ഉണ്ടാകും. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ പറയും. അത് പൂർണ്ണമായിട്ടും സുതാര്യമായി നടത്തുന്ന ഒരു യാത്ര, സാധാരണക്കാരുടെ ഒരു യാത്രയായിട്ടാണ് യാത്ര വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് കുറേ കൂടുതൽ സ്ഥലം, കഴിഞ്ഞ പ്രാവശ്യം 4500 ആണെങ്കിൽ ഇത് അതിനേക്കാൾ 2000-ഓളം കിലോമീറ്റർ അധികമാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ കൂടുതൽ സമയം കുറഞ്ഞ സമയത്തുള്ള യാത്ര ചെയ്യാനുള്ളൊരു മോഡെന്ന നിലയിൽ മാത്രമല്ല ഇതൊരു ഡിഫറൻറ്റ് മോഡാണ്. നേരത്തെ പദയാത്ര 4500 കിലോമീറ്റർ നടത്തി കഴിഞ്ഞു, കന്യാകുമാരി കാശ്മീർ വരെ. ഇന്ത്യയിൽ ഇത്രയും വലിയൊരു യാത്ര ആര് നടത്തിയിട്ടുണ്ട്? അപ്പോൾ ആ യാത്ര ഞങ്ങൾ നടത്തി കഴിഞ്ഞു. ഇത് വേറൊരു മോഡലിലെ യാത്രയാണ്. അല്ല, തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം യാത്രയുമായി ഇപ്പം അതിനുള്ള സിസ്റ്റം ഉണ്ടല്ലോ രാജ്യത്ത്. നമ്മുടെ രാജ്യത്ത് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളൊക്കെ ഉള്ളത്. എല്ലാ ദിവസവും രാത്രി ബന്ധപ്പെടാം, ചർച്ച ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയുടെ ഇടവേളകളുണ്ട്. യാത്രയുടെ അതാ പറഞ്ഞത്, സ്ഥാനാർത്ഥിനെ അടക്കമുള്ള യാത്രയുടെ ഇടവേളകൾ ഉണ്ടാവും. ഇപ്പം ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാവും, ഒരു ദിവസം അവധി ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യും, കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും. അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാവുന്ന മുഴുവൻ ഭാരത് ജോഡോ യാത്രയുടെ സെയിം മോഡലാണ്. ഇതുമായി സഹകരിക്കാവുന്ന എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിശദാംശങ്ങളെല്ലാം ഇന്ന് കിട്ടിയാൽ പിന്നെ ബാക്കി എന്താ പറയാനുണ്ടാവുക? ധനസുമോദി, സംസ്ഥാനങ്ങളിലെ യോഗം ഇപ്പോൾ നടക്കുകയാണല്ലോ. ഡൽഹി, പഞ്ചാബ്, ബംഗാൾ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ സംസ്ഥാന നേതൃത്വം എന്താണ് പറഞ്ഞത്? സംസ്ഥാനങ്ങളിലെ യോഗം കഴിഞ്ഞു. ഇനി ഇന്നത്തോടു കൂടി കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റുകളും കഴിഞ്ഞു. ഇനി ആകെ ഗോവയും പോണ്ടിച്ചേരിയും മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലെയും യോഗം കഴിഞ്ഞു. അവരെല്ലാം കൂടെ നൽകിയ നിർദ്ദേശങ്ങൾ, അവരുടെ അഭിപ്രായങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പാർട്ടി ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകും. അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചോദ്യം വന്നപ്പോൾ പറഞ്ഞതല്ലോ ഒരു ഉത്തരം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യഥാസമയം അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും. ഇതിപ്പോൾ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിച്ചതാണ്. നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാനില്ല ഇപ്പോൾ.